അപ്പോൾ ഇന്നലത്തെ രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് നവാഗതനായിട്ടുള്ള ഗോവിന്ദ് വിഷ്ണു ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ആന്റണി വർഗീസ് പെപ്പയുടെ ദാവീദ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആക്ഷൻ പടം. ഇത് ആക്ഷൻ പടം എന്ന് പറയുമ്പോൾ ഒരു ത്രൂ ഔട്ട് ആക്ഷനൊന്നുമല്ല സിനിമയിൽ വളരെ കുറച്ച് ആക്ഷനേ ഉള്ളൂ. അത് ബോക്സിംഗ് ആണ്, ബോക്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിമാണ്. അതും ഈ ടുവേർഡ്സ് ക്ലൈമാക്സ്, അതായത് ക്ലൈമാക്സിലാണ് ഒരു വലിയൊരു ഫുൾ ലെങ്ത് ഒരു ബോക്സിങ് സീക്വൻസ് വരുന്നത്. അപ്പോൾ അതുവരെ സിനിമയിൽ വളരെ ലൈറ്റായിട്ടുള്ള ചെറിയ അടികൾ, അതായത് ഒരു പഞ്ച്, ഒരു കിക്ക് തുടങ്ങിയ അങ്ങനത്തെ ചെറിയ അടികൾ മാത്രമേ പടത്തിൻ്റെ ഇടയ്ക്ക് വരുന്നുള്ളൂ. സോ ഇതൊരു ആക്ഷൻ പടം എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. ഒരു ഫാമിലി ആക്ഷൻ ഡ്രാമ എന്ന ആ ലൈനിലൊക്കെ പറയാം. അങ്ങനത്തെ ഒരു ലൈനിലാണ്. അതായത് ഒരു ഫാമിലിക്ക് വേണ്ടി, അതായത് പുള്ളിയുടെ ഈ മെയിൻ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ മകൾക്ക് വേണ്ടി റിങ്ങിലിറങ്ങാണ് ഫൈറ്റ് ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ ഒരു ലൈനിൽ ഇവർ ഇൻ്റർവ്യൂവിലൊക്കെ പറയുന്നുണ്ട് ഇതാണ് സിനിമയുടെ ഒരു ലൈൻ എന്നുള്ളത്. അപ്പോൾ ആ ലൈനിൽ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പ്ലോട്ടിൽ നിന്നുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു ഫിലിമാണ്. എനിക്ക് ആക്ച്വലി ഫിലിം ഒരു ഓക്കെ എന്നുള്ളൊരു ഫീലായിരുന്നു മൊത്തം കണ്ടു തീർന്നപ്പോൾ. ഈ സിനിമയുടെ ഒരു പ്രധാന പോസിറ്റീവ് എന്ന് പറയുന്നത്, ഇപ്പോൾ പെപ്പെ ആക്ച്വലി ബോക്സിങ്ങിന് വേണ്ടി കുറച്ചധികം എഫേർട്ട് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് സിനിമയിൽ കാണാൻ പറ്റും. ഇപ്പോൾ പുള്ളി എസ്പെഷ്യലി ഇതിലൊരു ഫ്ലാഷ് ബാക്ക് സീക്വൻസ് ഉണ്ട്. അതൊരു ചെറിയ സീക്വൻസ്. ആ സീക്വൻസിന് വേണ്ടി നല്ല രീതിയിൽ കുറച്ചല്പം തടി കുറച്ച് കാണുമ്പം നമ്മൾ കുറച്ച് ഒരു യങ് ആയിട്ടുള്ള പെപ്പെ, വീണ്ടും ഇപ്പോൾ ഉള്ളതിൽ നിന്നും കുറച്ചുകൂടി യങ് ആയിട്ടുള്ള പെപ്പയെ അവതരിപ്പിക്കാൻ പുള്ളിക്ക് പറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണെങ്കിലും അതേപോലെ തന്നെ പ്രസൻറ്റിലുള്ള ബോക്സിങ് സീക്വൻസിലേക്ക് എത്തുമ്പോൾ അവിടെ പുള്ളിയുടെ എന്താ പറയുക എഫേർട്ട് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അതുപോലെ വില്ലനായിട്ട് അഭിനയിച്ച ആർട്ടിസ്റ്റ്, പുള്ളിയുടെ പേര് എനിക്കറിയില്ല, പുള്ളിയും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ യൂഷ്വലി കാണുന്ന ഒരു വിദേശിയായിട്ടുള്ള ഒരാൾ പുള്ളി വില്ലനായിട്ട് വരുമ്പോൾ കാണുന്ന ആ ഒരു ചില ഓക്വേർഡ് ആയിട്ടുള്ള ചിലപ്പോൾ ഇവരുടെ പെർഫോമൻസ് ഒക്കെ പലപ്പോഴും ഇങ്ങനെ കുറച്ച് ഒരു മിഡ് ലെവലിലേക്ക് എത്താറുണ്ട്. പക്ഷേ ഇവിടെ ആ പുള്ളിയുടെ പെർഫോമൻസ് ഭയങ്കര രസമുണ്ട്. കാരണം പുള്ളി ഒരു വില്ലൻ ഫീല് തരുന്ന പോലെ ഒന്നാണ് അങ്ങനെ അവരുടെ പെർഫോമൻസ്. പിന്നെ ലിജോ മോളുടെ പെർഫോമൻസ്, പിന്നെ എസ്പെഷ്യലി ആന്റണി വർഗീസിൻ്റെ മകളായിട്ട് അഭിനയിച്ചിരിക്കുന്ന ആ കുട്ടിയുടെ പെർഫോമൻസും ഭയങ്കര എന്താ പറയുക രസമാണ്. ത്രൂ ഔട്ട് ആ കൊച്ച് ആക്ച്വലി ഇവരുടെ രണ്ടുപേരുടെ, ഈ വില്ലൻ്റെയും നായകൻ്റെ ഇടയിൽ നിൽക്കുന്നൊരു ട്രാൻസ്ലേറ്ററായിട്ടാണ് ആ കൊച്ച് നിൽക്കുന്നത്. അപ്പം അതൊരു ഭയങ്കര രസകരമായിട്ട് എലമെൻ്റ് ആയിരുന്നു. അപ്പോൾ ആ കൊച്ചാണ് വില്ലൻ പറയുന്ന ഡയലോഗ്, വില്ലൻ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് പെപ്പയ്ക്ക് മലയാളത്തിൽ തർജ്ജമ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു എലമെൻ്റ് ഉണ്ടായിരുന്നു അതിനകത്ത്. അത് രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ കൊച്ച് വളരെ നന്നായിട്ട്, ആക്ച്വലി ആ കുട്ടി വളരെ നന്നായിട്ട് തന്നെ ആ റോള് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പോയവരെല്ലാവരും അവരുടെ റോള്, ഓഫ് കോഴ്സ് വിജയരാഘവൻ അദ്ദേഹത്തിന് കിട്ടുന്ന എല്ലാ റോളും അടിപൊളിയാക്കുന്ന പോലെ ഈ റോളും നല്ല പ്രത്യേകം ചെയ്തിട്ടുണ്ട്. ലിജോ മോൾക്ക് പടത്തിലൊരു സ്ക്രീൻ സ്പേസ് കുറവാണ് എങ്കിൽ പോലും ആ പടത്തിൽ എനിക്കൊന്ന് ഫസ്റ്റ് ഹാഫിലാണ് കുറച്ച് കൂടുതൽ അവരുടെ സ്ക്രീൻ സ്പേസ് ഉള്ളത്. അപ്പോൾ അത് പുള്ളിക്കാരുടെ റോൾ എന്താണോ അത് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ട് അവർ പോയിട്ടുണ്ട്. സൈജു കുറുപ്പുണ്ട് ചെറിയൊരു രീതിയിൽ, പുള്ളിയാണ് കുറച്ച് ഈ കോമഡി ഒക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് ചെറിയ ചിരി ഉണർത്തുന്ന ഡയലോഗ്സ് ഒക്കെ പറയുന്നത് സൈജു കുറുപ്പാണ്. അതും അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മ്യൂസിക്കാണ്. ഈ സിനിമയിലും ജസ്റ്റ് വർഗീസ് തന്നെയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര രസമാണ് പടത്തിലത്. സോങ്സ് ഭയങ്കര അട്രാക്റ്റീവായിട്ട് നമുക്ക് തോന്നുന്നില്ലെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ പടത്തിന് നല്ലൊരു എന്താ പറയുക, പലപ്പോഴും പല മൊമെൻറ്റിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കുറച്ച് രസമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഈ പടത്തിൻ്റെ ഒരു പ്രധാന നെഗറ്റീവ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെ ഒരു ഫാമിലിക്ക് വേണ്ടി ഒരാൾ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുന്നു എന്ന് പറയുന്ന അവിടെ ആ ഒരു പോയിന്റിൽ അവിടെ ഒരു ഇമോഷണൽ ഒരു കണക്ഷൻ, അല്ലെങ്കിൽ ഈ ക്യാരക്ടർ ജയിക്കണമെന്ന് തോന്നുന്ന ഒരു അങ്ങനത്തെ ഒരു ഡ്രൈവ് ഇല്ലാത്ത പോലെ ഒരു ഫീല് ഈ സിനിമയ്ക്ക് ത്രൂ ഔട്ടുണ്ട്. അതായത് ഒരു നിർവികാരത ത്രൂ ഔട്ട് ഈ സിനിമയിൽ ഇങ്ങനെ നിൽക്കും. അതായത് ഇപ്പം ആന്റണി വർഗീസിൻ്റെ ക്യാരക്ടർ ഇപ്പോൾ ട്രെയിനിങ് ചെയ്യുന്നിടത്തും എല്ലാം നമ്മളിപ്പോൾ ഒരുപാട് ബോക്സിംഗ് പടങ്ങളിൽ കണ്ട ഒരു ഫോർമാറ്റ് ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് ഇത് കുറച്ച് നമുക്ക് ഓക്കെ ഇതൊരു യൂഷ്വൽ ഒരു ലൈനിലേക്കാണല്ലോ സഞ്ചരിക്കുന്നത് നമുക്ക് തോന്നുമെങ്കിൽ പോലും ഈ എന്താ പറയുക എവിടെയൊരു നമുക്ക് ഓക്കെ ഈ ക്യാരക്ടർ വിജയിക്കണമെന്ന് നമുക്കൊരു തോന്നൽ ഉണ്ടാവാത്ത പോലെ ഒരു ഫീല് ത്രൂ ഔട്ട് പടത്തിലുണ്ട്. ഒരു ഹൈ നമുക്ക് കിട്ടുന്നില്ല ഈ സിനിമയിൽ എവിടെയും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ ഒരു നിർവികാരതയാണ്. ഇപ്പോൾ അറ്റ് ദി എൻഡ് പടത്തിലെ ക്ലൈമാക്സ് സീക്വൻസ് നടക്കുമ്പോഴും നമുക്ക് ഇവർ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ചെയ്യുമ്പോഴും ഒരാളെ ഡോമിനേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ ഒരു ഫീല് നമുക്ക് കംപ്ലീറ്റ്ലി കിട്ടുന്നില്ല. വിഷ്വലി അത് വളരെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ആ ബോക്സിങ് സീക്വൻസ് വളരെ നല്ല രീതിയിൽ ഇവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ
അത് ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ ഭയങ്കര രസമാണ്. സിനിമോട്ടോഗ്രഫി പടത്തിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. സാലൂക്യ തോമസ് ആണ്. അപ്പോൾ അത് പടത്തിൻ്റെ ഒരു റിച്ച് കളേഴ്സൊക്കെ ഭയങ്കര റിച്ച് ആയിരുന്നു. അതുകൊണ്ട് സിനിമ മൊത്തത്തിൽ വിഷ്വലി കാണാൻ നല്ല രസമായിരുന്നു. അതുപോലെ ബോക്സിങ് സീക്വൻസ്, ഈ ക്ലൈമാക്സിലെ ബോക്സിങ് സീക്വൻസ് വളരെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈവൻ അവർ സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ എഡിറ്റിംഗ് പരിപാടി നല്ല രീതിയിൽ ആ ഒരു ഫൈനൽ സീക്വൻസ് ഒരു ബോക്സിംഗ് മാച്ചിൻ്റെ ഒരു ഫീൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ നമുക്കൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമുക്കിത് ഓക്കെ ഒരു ബോക്സിംഗ് മാച്ച് തന്നെ എന്നുള്ള ലൈനിൽ നമ്മൾ കണ്ടു തീരാണ്. അപ്പോൾ അതിനപ്പുറത്തേക്ക് നമുക്കതിൽ ഈ നായകൻ ജയിക്കണം അല്ല എന്നുള്ളൊരു ഭയങ്കര ഫീൽ നമുക്കില്ല. ഓക്കെ ജയിച്ചു ഇല്ല എന്നുള്ള ലൈനിൽ നമുക്കത് എന്തായാലും ഓക്കെയാണ്. പിന്നെ നമുക്കിതിൻ്റെ ഒരു സ്ട്രക്ചർ അറിയാമല്ലോ, ഇത് എങ്ങനെയാണ് പോകുന്നത്, ഇത് എങ്ങനെയായിരിക്കും അവസാനിക്കാൻ പോകുന്നതിനെ പറ്റി ഒരു ധാരണ നമുക്ക് ആദ്യമേ ഉണ്ട്. സോ അതുകൊണ്ട് ഇത് ഒരു സർപ്രൈസ് എലമെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതില്ലാത്തതുകൊണ്ട് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ വേണം. അങ്ങനെയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ആസ്വദിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ആ ആസ്വദിക്കാൻ ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ആസ്വാദനത്തിന് അത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഒരു വാലന്റൈൻസ് ഡേയിൽ സാധാരണ വരുന്ന റൊമാൻറ്റിക് സിനിമകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കംപ്ലീറ്റ്ലി അതിന് ഓപ്പോസിറ്റുള്ളൊരു ജോണറാണ്. ആക്ഷൻ ഫിലിം. ആക്ഷൻ എന്ന് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല, ഒരു ആക്ഷൻ ഫാമിലി ഡ്രാമ. അപ്പോൾ അത് ഇങ്ങനൊരു സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, അതിൻ്റെ ട്രെയിലർ കണ്ടു നോക്കാൻ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു മൂഡ് എങ്ങനെ ആയിരിക്കും. അപ്പോൾ അത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ കണ്ടു നോക്കുന്ന ഒരു സിനിമയാണ് ദാവീദ്.